ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സബോള, 2 പച്ചമുളക് അതും കൂടെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30-40 സെക്കൻഡ് മാത്രം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നവരേക്കും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഉള്ളി ഒന്നുകൂടെ വെന്ത് കുഴഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ ഒരു റെഡിയാക്കി എടുക്കുന്ന മസാലക്കൂട്ടിന് തന്നെ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതാ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഞാനിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറച്ച് റവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് ഒരു പകുതിയോളം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കിഴങ്ങുടച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിഴങ്ങ് നന്നായിട്ട് വെന്തതാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ഉള്ളി മസാലക്കൂട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. റവ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. കാണാൻ കുറച്ച് ഭംഗിയും പെട്ടെന്ന് വേവാനൊക്കെ ഇതുപോലെ ചെറുതാക്കി എടുത്തിരുന്നാൽ നന്നായിരിക്കും. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുക. പിന്നെ ഇതിലേക്ക് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണ്. ഇതിൻ്റെ അകം വെന്തോന്ന് അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.